ആ നിനക്കേ പറയാനുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞേ. അത് എന്നെ കണ്ടാൽ കല്യാണ പ്രായം തോന്നുന്നു. എന്തോ? അല്ല, ചിലപ്പോ നമ്മൾ ഒരാളെ കാണുമ്പോ മനസ്സിൽ ക്ലാരിറ്റി ഇല്ലാതെ കിടന്നൊരു ചിത്രത്തിന് പെട്ടെന്നൊരു ആൾ രൂപം വെച്ചോണ്ട് തോന്നില്ലേ? മനസ്സിലായില്ല. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ഒരാളോട്. എന്താ ശനാന്ന് പറയാ? അങ്ങനെ വരട്ടെ. വാല് പൊക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി രോഗം മറ്റേതാണ്. എന്നിട്ട് ഞാൻ ഒരുപാട് നമ്പറുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാ, അറ്റ് ദ ഫസ്റ്റ് സൈറ്റ്. തലയ്ക്ക് പിടിച്ച പോലെ, ജസ്റ്റ് ഇൻടോക്സിക്കേറ്റിംഗ്. ശാലീന സുന്ദരിയായ ഒരു കിളുന്ത് പെണ്ണ്, തനിനാട്. പക്ഷെ ഉണ്ടല്ലോ ഈ റിയൽ കിക്ക്. ബാക്കി ഞാൻ പറയാം. കണ്ടു, കണ്ണുകൾ തമ്മിൽ ഉടക്കി, കരളുകൾ തമ്മിൽ അടുത്തു. അവിടല്ലേ ആശാന കുഴപ്പം? പ്രതിപക്ഷം ഇങ്ങനൊരു സംഭവം നടന്നേ അറിഞ്ഞിട്ടില്ല. അപ്പൊ സംഗതി വന്നേ. അത് ട്രാഫിക് തുടരുന്നോ അതോ? അതിനല്ലയോ വിദഗ്ധോപദേശം തേടി ഞാൻ ഗുരുസംശയം എത്തിയത്. ഈ ആദ്യമായിട്ടുള്ളൊരു ഇടപാടായതുകൊണ്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് യാതൊരു പിടിയില്ല. അത് കക്ഷി എവിടെയുള്ള? അതല്ലേ വലിയ തമാശ. ഞാൻ പറയാം, ചിരിക്കരുത്. നീ പറയടാ. നമ്മുടെ അനിരുദ്ധനല്ലേ? അത് പിന്നെ അവന്റെ പെങ്ങളാ. എടാ ഭയങ്കര, നീ ആള് കേമനാണല്ലോ. ഏതായാലും എതിർകക്ഷി ഇതേ നിയോജകമണ്ഡലം ആയതുകൊണ്ട് സംഗതി എളുപ്പമാണ്. ഞാൻ ഉപദേശം തരാം. പക്ഷെ കമ്മീഷൻ ഏറ്റു. ഒരു ബോട്ടിൽ ശിവാസ്. വെരി ഗുഡ്. കേറ. അല്ല, നീ എന്നും ഇങ്ങനെ ഒറ്റപ്പടിയായിട്ട് കഴിഞ്ഞാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? വേണം, വേണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷേ അതിനു മുമ്പ് അനിയത്തിരെ വിവാഹം നടത്തും. പിന്നെന്തിനാ വെച്ച് കിട്ടുന്നത്? അവളൊരു പാവം പെണ്ണ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പച്ചപ്പാവം. അവൾക്ക് പറ്റിയൊരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി തന്നാലോ? റിയലി, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. പറ്റിയ ആളാണെങ്കിൽ പൂർണ്ണ സമ്മതം. ആളെ ഞാൻ കാണിച്ചു തരാം. തൃപ്തിയാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. വാ. ഇപ്പോഴും? അതേമേ, വാ. വലിയ കുറ്റങ്ങളൊന്നുമില്ലാത്ത ഒരു എലിജിബിൾ അവിവാഹിതനാണ് ഞാൻ എന്നാണ് എന്റെ തോന്നൽ. എന്തു പറയുന്നു? അല്ലാച്ചനെ, ഇത്രയും കാലമായി കഴുത ഇവിടെ ഉണ്ടായിട്ട് നമുക്കിത് തോന്നിയില്ലല്ലോ. എന്താ ഇഷ്ടമാണോ? നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം കണ്ടപ്പോ തന്നെ നീ അവന്റെ മനസ്സിൽ കയറി ഇരുന്നു അത്രേ. ഉള്ളത് പറയാലോ, ചേട്ടന് സമ്മതമാണ്. പക്ഷേ അത് പോരല്ലോ, നിന്റെ മനസ്സിൽ അവൻ കയറി ഇരിപ്പണമെന്ന് കൂടെ ചേട്ടൻ അറിയണ്ടേ? പറഞ്ഞേ, പച്ചപ്പൊടി കേട്ടാവോ? എനിക്കറിഞ്ഞൂടാ ചേട്ടന്റെ ഇഷ്ടം.